ഭീഷ്മ പിതാമഹൻ്റെ സ്വർഗാരോഹണ കഥ നമുക്കൊന്ന് അനുസ്മരിച്ചു നോക്കാം. മഹാഭാരതത്തിലെ വളരെ ഗൗരവമേറിയതും അതുപോലെ തന്നെ കുറേ വളരെ തത്വചിന്തകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഭീഷ്മ പിതാമഹൻ്റെ സ്വർഗാരോഹണം എന്ന് പറയുന്നത്. അത് മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിലും അതുപോലെ തന്നെ അനുശാസന പർവ്വത്തിലും ഈ രണ്ട് പർവ്വത്തിലൂടെയാണ് ഈ കഥ ഭീഷ്മ പിതാമഹൻ്റെ ശരശയ്യ മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ കടന്നു പോകുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ ഇത് പറയുന്നതിന് തൊട്ട് മുൻപേ ആയിട്ട് നമുക്ക് ആരായിരുന്നു ഭീഷ്മ പിതാമഹൻ, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഹസ്തിനപുരിയിലെ രാജാവായിരുന്ന ശന്തനു, അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ ഗംഗാദേവിയുടെയും 8ാമത്തെ പുത്രനായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് ജനിച്ചപ്പോൾ അവരിട്ടിരുന്ന അച്ഛനമ്മ ഇട്ട പേര് എന്ന് പറയുന്നത് ദേവവ്രതൻ എന്നായിരുന്നു. വളരെ നല്ല മിടുമിടുക്കനായിരുന്നു പഠിപ്പിലൊക്കെ. വസിഷ്ഠ മഹർഷിയുടെ അടുത്തു നിന്നാണ് വേദങ്ങളൊക്കെ പഠിച്ചത്. അതുപോലെ പരശുരാമനിൽ നിന്നാണ് അസ്ത്രവിദ്യയൊക്കെ പഠിച്ചത്. ബൃഹസ്പതിയിൽ നിന്നാണ് ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചത്. അങ്ങനെ ഏതൊക്കെ കലകളിൽ അദ്ദേഹം തൊട്ടിട്ടുണ്ടോ അതൊക്കെ അദ്ദേഹം വളരെ അദ്വിതീയനായിട്ട് ആരാലും തോൽപ്പിക്കാൻ പറ്റാതെ അത്ര ജേതാവായിട്ടാണ് അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഭീഷ്മർ എന്ന പേര് വരാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ശന്തനു ആണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. ഈ ശന്തനുവിന് മത്സ്യകന്യകയായിട്ടുള്ള സത്യവതിയായിട്ട് ഒരു ചെറിയ പ്രണയം തോന്നി. അങ്ങനെ സത്യവതിയെ വിവാഹം അഭ്യർത്ഥനയുമായി ചെന്ന സമയത്ത് സത്യവതിയുടെ പിതാവ് ഒരു നിബന്ധന വെച്ചു. സത്യവതിയിൽ ജനിക്കുന്ന പുത്രൻ മാത്രമേ ഹസ്തിനപുരിയിലെ അടുത്ത രാജാവാകാൻ പാടുള്ളൂ എന്നൊരു നിബന്ധന ശന്തനുവിൻ്റെ മുന്നിൽ വെച്ചു. അപ്പോൾ തൻ്റെ അച്ഛൻ്റെ സന്തോഷമാണ് തൻ്റെ സന്തോഷം എന്ന് കണ്ടുകൊണ്ട് ഈ ദേവവ്രതൻ ആ ത്യാഗത്തിന് തയ്യാറായി. ആ സമയത്ത് അദ്ദേഹം 2 കഠിനമായ വ്രതങ്ങൾ എടുക്കുകയാണ്. ഒന്ന്, ഹസ്തിനപുരിയിലെ രാജപദവി ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്നും, അതുപോലെ 2ാമത്തേന്ന് പറയുന്നത് ആജീവനാന്തം ഞാൻ ബ്രഹ്മചാരിയായിട്ട് തുടരും. അതായത് എനിക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല. കുട്ടികളുണ്ടായാലാണല്ലോ അവിടെ ഒരു അവകാശ തർക്കം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആജീവനാന്തം ബ്രഹ്മചാരിയായി തുടരും. അങ്ങനെ 2 ശപഥം അദ്ദേഹം എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഭീഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഈ പ്രതിജ്ഞ കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ദേവവ്രതന് ഭീഷ്മർ എന്ന പേര് ഉണ്ടാവാനിടയായത്. ഈ മകൻ്റെ ഈ ത്യാഗം കണ്ടിട്ട് ഇന്നത്തെ തലമുറയൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്. സ്വന്തം പിതാവിൻ്റെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയിട്ട് ഇത്തരം ത്യാഗങ്ങൾ ചെയ്യുന്ന മക്കൾ അല്ലേ, ഇന്നൊക്കെ നമുക്ക് കാണാൻ പോലും കിട്ടില്ല. തൻ്റെ മകൻ്റെ ഒരു ഇതിൽ സന്തുഷ്ടനായിട്ട് ശന്തനു മഹാരാജാവ് മകന് ഒരു വരം കൊടുക്കുകയാണ്, ഇച്ഛാമൃത്യു. അതായത് എപ്പോഴാണോ മരണം വരിക്കാനുള്ള സ്വയം തോന്നുന്നത് അപ്പോഴേ മരണം സംഭവിക്കുള്ളൂ, അല്ലാതെ മരണം സംഭവിക്കില്ല എന്ന വരം ശന്തനു കൊടുക്കുകയാണ്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഭീഷ്മർ രാജാവൊന്നും ആയില്ല. എന്നിരുന്നാലും ഹസ്തിനപുരിയുടെ കാവൽക്കാരനായിട്ട് അദ്ദേഹം വിരാജിച്ചു. സത്യവതിക്ക് മക്കളുണ്ടായി. അവർക്ക് രാജാവായിരുന്നപ്പോഴും ഭീഷ്മര് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തൊരു കാവൽക്കാരനായിക്കൊണ്ട് അവിടെ ഒപ്പമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുരുവംശം മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹം മുൻകൈയെടുത്തു. ധൃതരാഷ്ട്ര, പാണ്ഡു, വിതുരർ ഇവരൊക്കെ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്നേഹം കൊടുത്തുകൊണ്ട് അദ്ദേഹം വളർത്തി. അതുപോലെ പിന്നീട് വന്ന കൗരവർ, പാണ്ഡവർ അവരൊക്കെ മുത്തശ്ശനായിട്ട്, പിതാമഹൻ എന്നാണ് അവർ വിളിക്കുക, തന്നെ പിതാമഹൻ എന്നാണ്. അങ്ങനെ എല്ലാവർക്കും പ്രിയങ്കരനായി, എല്ലാവർക്കും ഒരു കാവൽക്കാരനായിട്ടാണ് അദ്ദേഹം വിരാജിച്ചിരുന്നത്. എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ ബഹുമാനമായിരുന്നു, അതുപോലെ ഭയമായിരുന്നു. ഈ ഭീഷ്മരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ശപഥം ഒക്കെ കൊണ്ട് തന്നെ വളരെ ഭയങ്കര സങ്കടങ്ങളൊക്കെ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ആര് രാജസിംഹാസനത്തിൽ ഇരുന്നാലും
അവരെ സംരക്ഷിക്കാം എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ശന്തനു മഹാരാജാവിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അന്ന്. ആര് ഭരണത്തിൽ വന്നാലും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുര്യോധനൻ സിംഹാസനത്തിൽ വന്നപ്പോൾ അധർമ്മിയാണ്, ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ പോലും ഈ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നയാളെ സംരക്ഷിക്കാം എന്ന വാക്കുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവരുടെ പക്ഷത്ത്, ആ കൗരവ പക്ഷത്ത് നിൽക്കേണ്ടി വന്നു. പാണ്ഡവർക്കാണ് സത്യവും നീതിയൊക്കെ പാണ്ഡവരുടെ കൂടെയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് അവരുടെ കൂടെ നിൽക്കേണ്ടി വന്നു. പാണ്ഡവരോടുള്ള സ്നേഹമൊക്കെ അദ്ദേഹം ഉള്ളിലടക്കി. അങ്ങനെയാണ് ആ യുദ്ധസമയത്ത് കൗരവപ്പടയുടെ സർവ്വസൈന്യാധിപനായി 10 ദിവസം യുദ്ധം ചെയ്തു. 10ാം ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് അർജുനൻ്റെ അമ്പ് ഏറ്റുകൊണ്ട് അദ്ദേഹം ശരശയ്യയിലാവുകയാണ്. ദേഹമാസകലം അമ്പൊക്കെ തറിച്ച് മണ്ണിൽ തൊടാണ്ടങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം. അമ്പുകളുടെ മുകളിലാണ് അദ്ദേഹം കിടക്കുന്നത്. പക്ഷേ മരണം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോലും വന്നില്ല. കാരണം അദ്ദേഹത്തിന് വരണ്ട്, ഇച്ഛാമൃത്യു എന്ന വരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അവസ്ഥയിലും അദ്ദേഹം അവിടെ ആ ശരങ്ങളുടെ മുകളിൽ, ശരശയ്യയിൽ, ശരങ്ങളെ ഒരു ശയ്യയാക്കി തീർത്തുകൊണ്ട് അദ്ദേഹം അവിടെ കിടന്നു. സൂര്യൻ ദക്ഷിണായനത്തിലാണപ്പോൾ അവിടെ നിന്ന് മാറി ഉത്തരായനത്തിലെ പുണ്യകാലത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ തലയിൽ അമ്പ് കൊണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തല ഇങ്ങനെ കിഴക്കാൻ തൂക്ക് തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അർജുനൻ വന്ന് 3 അമ്പുകൾ എയ്ത് അവിടെ ഒരു തലയണ ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വെള്ളം കുടിക്കണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ദാഹം ശമിപ്പിക്കാനായിട്ട് ഭൂമിയിലേക്ക് ഒരു അമ്പ് ചെയ്തുകൊണ്ട് ഗംഗാതീർത്ഥം നേരെ ഭീഷ്മരുടെ വായിലേക്ക് ഇങ്ങനെ വരാൻ പാകത്തിന് എത്തിച്ചു കൊടുത്തു. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചു. കൗരവരെല്ലാവരും മരണപ്പെട്ടു. പാണ്ഡവർ വിജയിച്ചു. ധർമ്മപുത്രര് യുധിഷ്ഠിരൻ ഹസ്തിനപുരിയുടെ രാജാവായി. പക്ഷേ രാജാവായിട്ടും യുധിഷ്ഠിരന് ഒരു മനസ്സമാധാനവും ഉണ്ടായിരുന്നില്ല. കാരണം തൻ്റെ ബന്ധുക്കളെ മുഴുവൻ കൊന്നൊടുക്കിയിട്ടാണ് ഈ ഒരു വിജയം നേടിയത്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിരുന്നു. മാനസികമായിട്ട് അദ്ദേഹം വളരെയധികം സംഘർഷം നേരിട്ടു. അപ്പോൾ ഈ സമയത്ത് ശ്രീകൃഷ്ണൻ ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് പാണ്ഡവരെ എല്ലാവരെയും കൂടിയിട്ട്. അപ്പോൾ ഈ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും ജ്ഞാനിയാണ് ഭീഷ്മർ. ആ ഭീഷ്മരുടെ അടുത്തേക്കാണ് ഇവരെ കൊണ്ടുപോയത്, പാണ്ഡവരെ കൊണ്ടുപോയത്. എന്നിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, ഭീഷ്മർ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, ഇതൊക്കെ നന്നായി ഗ്രഹിക്കൂ, രാജധർമ്മവും മോക്ഷധർമ്മവും ഒക്കെ അദ്ദേഹം പറഞ്ഞു തരും. അങ്ങനെ ആ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മർ പാണ്ഡവർക്ക് ജ്ഞാനോപദേശം നൽകുകയാണ്. ശാന്തിപർവ്വത്തിൽ പറയുന്നുണ്ട് അതൊക്കെ. ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ജീവിക്കണം, പ്രജകളെ എങ്ങനെ സംരക്ഷിക്കണം, ഏതൊക്കെയാണ് 4 ആശ്രമങ്ങൾ, അതുപോലെ ദാനത്തിൻ്റെ മഹിമ എന്താണ് എന്ന് തുടങ്ങി ഒരു മനുഷ്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ധർമ്മങ്ങളും ഈ ശാന്തി പർവ്വത്തിലൂടെ ഒരു ഉപദേശ രൂപത്തിൽ പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമുക്കും ഉപദേശിച്ചു തരികയാണ്. ഈ ഉപദേശങ്ങളുടെ ഒക്കെ അവസാനം യുധിഷ്ഠിരനൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ഭീഷ്മർ 1000 നാമങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നാമാവലി ചൊല്ലിക്കൊടുത്തു. അതാണ് ഇന്ന് നമ്മളെല്ലാവരും ചൊല്ലുന്ന വിഷ്ണു സഹസ്രനാമം. ഭീഷ്മർ ശരശയ്യയിൽ കിടന്നുകൊണ്ട് പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ വിഷ്ണു സഹസ്രനാമത്തെ. അങ്ങനെ 58 ദിവസമാണ് ഭീഷ്മര ശരശയ്യയിൽ കിടന്നത്. സൂര്യൻ ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന ആ മകരസംക്രമ സമയത്ത് അദ്ദേഹം തൻ്റെ ജീവൻ വെടിയാൻ തയ്യാറായിക്കൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റുപുറം. ധർമ്മപുത്രര്, സഹോദരന്മാർ, ദ്രൗപദി, ഗാന്ധാരി, ധൃതരാഷ്ട്ര,
മഹർഷിമാർ, വ്യാസമഹർഷി, അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടിയിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ചുറ്റോറം കൂടിയിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണനും ഉണ്ട് അവരുടെ കൂടെ. അങ്ങനെ തൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനെ ഭക്തിപൂർവ്വം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭീഷ്മർ തൻ്റെ ജീവൻ വെടിയാണ്. തൻ്റെ യോഗബലം കൊണ്ട് പ്രാണനെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നയിച്ച് അദ്ദേഹം എത്രത്തോളം ഇങ്ങനെ മുകളിലേക്ക് ആവുന്നു അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തറച്ചിരുന്ന അമ്പുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വീഴാൻ തുടങ്ങി. എന്നാൽ ഈ അമ്പ് പോയി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മേൽ മുറിയൊന്നുമില്ല. അതൊക്കെ അതാത് സമയങ്ങളിൽ ഉണങ്ങി ശരീരം ശുദ്ധമായി. അങ്ങനെ നമ്മളുടെ ബ്രഹ്മാരന്ധ്രം തലയുടെ മുൾഭാഗം ഭേദിച്ച് ഒരു പ്രകാശകിരണമായിക്കൊണ്ട് ഭീഷ്മ പിതാമഹർ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു പോവുകയാണ്. ആകാശത്ത് ദേവന്മാർ ദുന്ദുഭി മുഴക്കുന്നുണ്ട്. ഭീഷ്മരുടെ മേലേക്ക് അവർ പുഷ്പവൃഷ്ടികൾ നടത്തുന്നുണ്ട്. അങ്ങനെ തങ്ങളാലാവുന്ന വിധമെല്ലാം അദ്ദേഹത്തിനെ സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരെല്ലാവരും അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. അഷ്ടവസുക്കളിൽ ഒരാളായിരുന്ന ദ്യൗവ് എന്ന ദേവൻ്റെ അവതാരമായിരുന്നു ഈ ഭീഷ്മർ. അപ്പോൾ തൻ്റെ ഭൂമിയിലെല്ലാ കടമകളൊക്കെ കഴിച്ച് എല്ലാം പൂർത്തിയാക്കി തൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള സ്വർഗത്തിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോയി. അപ്പോൾ ആ ഭീഷ്മരുടെ മരണത്തിൽ ദുഃഖിതയായിട്ട് ഗംഗാദേവി ഒരു മനുഷ്യരൂപത്തിൽ ഉയർന്നു വന്ന് തൻ്റെ മകനെ ഓർത്ത് കരയുകയാണ്. കൃഷ്ണനും വ്യാസഭഗവാനും എല്ലാവരും ചേർന്ന് ഗംഗാദേവിയെ ആശ്വസിപ്പിച്ചു. പാണ്ഡവർ ആ ഭൗതിക ശരീരം ചന്ദനമുട്ടിയും സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ച് രാജകീയ ബഹുമതികളോടെ സംസ്കരിച്ച് ഗംഗാനദിയിൽ ഇറങ്ങി പിതൃതർപ്പണം ചെയ്ത് ആ ചടങ്ങുകളെ മുഴുവൻ പൂർത്തീകരിച്ചു. അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നു ഭീഷ്മരുടെ ആ ഉറച്ച മനസ്സ്, താൻ വിചാരിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈഭവം, ത്യാഗമനസ്സ്, വീര്യം, അതുപോലെ ആത്മസംയമനം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ എടുത്തു പറയാവുന്ന കുറേ ഗുണങ്ങളാണ്. ഈ ഭീഷ്മരുടെ നാം ഓരോരുത്തരും കണ്ടു പഠിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കി അനുവർത്തിക്കാൻ ശ്രമിക്കേണ്ട ധാരാളം ഗുണങ്ങൾ ആ വ്യക്തിയിലുണ്ട്. ആ വ്യക്തിയിലെന്നല്ല, മഹാഭാരതത്തിലെയും പുരാണങ്ങളിലെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് പൂർവികർ പറഞ്ഞു തരുന്നത് അതാണ്. അതിൽ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളെങ്കിലും സ്വീകരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ജീവിതത്തിൽ അവയെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക, പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.